ഹലോ, അസ്സലാമലൈക്കും. ഞങ്ങളുടെ പള്ളിയിൽ നേർച്ചയായിരുന്നു, ദിക്ർ ഹൽക്കയായിരുന്നു. അപ്പോൾ പള്ളിയിൽ നിന്ന് കുറച്ച് ചോറ് കൊണ്ടുവന്നു ഞങ്ങൾക്ക്. നല്ല അടിപൊളി ജീരകരിയുടെ ചോറാണ്, ചെറിയ അരിയുടെ ചോറുണ്ടല്ലോ, അതായിരുന്നു. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാണ്, എനിക്ക് ബിരിയാണി ഒന്നും ഇപ്പോൾ കഴിക്കാൻ അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാനന്നേരം ബേസനകത്തോട്ടിട്ട് ചൂടാറ്റാനെല്ലാം ഇട്ട് വെച്ചു. കുട്ടികൾക്ക് കൊടുത്തു വിടാമല്ലോ എന്ന് വിചാരിച്ച് ചൂടാറ്റിയെല്ലാം അങ്ങനെ വയ്ക്കുകയാണ്. അവർ വന്ന് വരുമ്പോൾ കൊടുത്തുവിട്ടാൽ പിന്നെ അവരൊന്ന് ചൂടാക്കിയാൽ മതിയല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ശകലം ഇക്കായ്ക്ക് ഞാൻ കുറച്ച് വിളമ്പി വെച്ചിട്ട് നല്ല അടിപൊളി ബിരിയാണിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോറാണ്, ചെറിയ ചോറ്, ചെറിയ അരിയുടെ. അപ്പം ഇക്കായ്ക്ക് ഞാൻ കുറച്ച് ചോറെടുത്ത് വെച്ചിട്ട് ഞാൻ അതിനകത്ത് നിന്ന് നുള്ളി. എന്ന് പറഞ്ഞാൽ ദിക്ർ ഹൽക്കയുടെ നേർച്ചപ്പങ്കിൻ്റെ ഭക്ഷണമല്ലേ, നമ്മൾ ഇച്ചിരിയെങ്കിലും കഴിച്ചെങ്കിലും നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറും എന്നാണ് നമ്മുടെയൊക്കെ ഒരു എന്തോന്നും. പക്ഷേ എന്നാലും എനിക്ക് ഒരുപാടകം കഴിക്കാൻ ഒക്കത്തില്ല, ബിരിയാണി നെയ്യൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ അതിനകത്തുനിന്ന് ഒന്ന് നുള്ളി, എന്നിട്ട് ബിസ്മില്ലി വായിൽ വെച്ചു. റാഹത്തായിരുന്നു. എന്തായാലും കുഴപ്പമില്ല വിചാരിച്ചിട്ടാണ്. ബാക്കി ഇത്രയും ചോറിരിപ്പുണ്ട്. പിന്നെ ഇതെല്ലാം പിള്ളേർക്ക് കൊടുത്തുവിടാനുള്ള ഒരുക്കമാണ്. ഓക്കെ, അസ്സലാമലൈക്കും.